മുഅ്മിനിന്റെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ്. തേനീച്ച വിശിഷ്ടമായതാണ് ഭക്ഷിക്കുക, അത് പുറത്തു വിടുന്നതും അതിൻ്റെ സെക്രീഷൻ പോലും തേനാണ്. അപ്പോൾ തേനീച്ച കഴിക്കുന്നതും തേനാണ്, അത് ഉൽപ്പാദിപ്പിക്കുന്നതും തേനാണ് എന്നതുപോലെയാണ് ഒരു മുഅ്മിൻ. ഒരു മുഅ്മിൻ സ്വീകരിക്കുന്നതും നൽകുന്നതും ഏറ്റവും ഖൈറായിരിക്കും. ഏറ്റവും നല്ലത് നൽകണമെങ്കിൽ അവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അകലത് ത്വയ്യിബ, ഏറ്റവും നല്ലത് കഴിച്ചു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവം പുറത്തു വരുന്നത് രണ്ട് കാര്യങ്ങൾ അയാൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ്. അറിയുക, അൽ ഖുർആൻ വസ്സുന്ന, അത് ഖുർആനും സുന്നത്തുമാണ്. ഫഇന്ന അഹ്സനൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറ സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വാക്കുകൾ അള്ളാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. ഏറ്റവും നല്ല ചര്യ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഖുർആനും സുന്നത്തും പഠിച്ചാൽ, അത് അമലാക്കിയാൽ, അപ്പോഴാണ് ഒരു മുഅ്മിൻ യഥാർത്ഥ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മുഅ്മിനായി തീരുന്നത്.